ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമായ ദിവസമാണ്. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. അടച്ചിട്ട കോടതി മുറിയിലാകും വാദം നടക്കുകയെന്നാണ് സൂചന. അതേസമയം രാഹുലിന് വേണ്ടി 7ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ് പോലീസ്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, രാഹുലിന് ഇന്ന് അതിനിർണായകമായ ദിവസമാവുകയാണ്. അഥവാ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രാഹുൽ എവിടെയെന്നുള്ള ഒരു ചോദ്യം അത് അവിടെ നിലനിൽക്കുകയാണ്. രാഹുലിനെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ മറ്റൊരു യുവതി കൂടി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുക കൂടിയാണല്ലോ. അനുശ്രീ, തീർച്ചയായും ഇന്നത്തെ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഇന്നത്തെ ജാമ്യാപേക്ഷ നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നിയമക്കുരുക്കിലേക്കും അറസ്റ്റിലേക്ക് അടക്കം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഈ രാഹുലിന് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കർണാടക അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ പുരോഗമിച്ചു വരുന്നത്. കേരളം വിട്ടു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനടക്കം ലഭിക്കുന്ന വിവരം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നടക്കുന്ന വാദം, ഈ ഒരു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ നടക്കുന്ന വാദം അടച്ചിട്ട മുറിയിൽ തന്നെ വേണമെന്ന് ഇരുഭാഗങ്ങളും, പ്രതിഭാഗവും വാദിഭാഗവും ഉന്നയിച്ചിരുന്നു. ആ ഒരു വിഷയത്തിലായിരിക്കും ആദ്യം വാദം നടക്കുക. അതിനുശേഷമായിരിക്കും ഈ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാദങ്ങളിലേക്ക് കടക്കുക. പിന്നെ ഈ ഒരു രണ്ട് ഭാഗങ്ങളും, ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയുടെ ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ, ഇത്തരത്തിലൊരു ഗർഭചിത്രത്തിന് താൻ നിർബന്ധിച്ചിട്ടില്ല, ഒപ്പം പീഡന പരാതി നിലനിൽക്കില്ല എന്ന ഈ ഒരു പരാതിയിലെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിരസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ കോടതി മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. അതിന് തക്കതായിട്ടുള്ള ഡിജിറ്റൽ രേഖകളും സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ജാമ്യാപേക്ഷ എല്ലാ വിധത്തിലും എതിർക്കാനാണ് പ്രോസിക്യൂഷൻ്റെ തീരുമാനം. സ്ഥിരം കുറ്റവാളി, അതായത് ഇത്തരത്തിലുള്ള മുൻപും ഇങ്ങനെ പലതവണ ഈ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടും മറ്റും ഇങ്ങനെ പീഡനം നടത്തുക, ഒപ്പം തന്നെ ഈ ഗർഭചിത്രത്തിലടക്കം കൃത്യമായി രാഹുലിൻ്റെ കൈകടത്തലുണ്ട്. അതായത് നിർബന്ധിച്ച് ഒരു അശാസ്ത്രീയമായ തരത്തിൽ ഗർഭചിത്രം നടത്തി എന്നതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. അതുമായി ബന്ധപ്പെട്ട ഈ മരുന്ന് എത്തിച്ചു നൽകിയ വ്യക്തിയെ അടക്കം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ജാമ്യാപേക്ഷയിൽ ഒരു വാദമുഖത്തിലേക്ക് ഇരുഭാഗങ്ങളിൽ തമ്മിലുള്ള കൃത്യമായ ഒരു ഇത്തരത്തിലുള്ള കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം വരുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അടക്കം തീരുമാനിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. മാത്രമല്ല മറ്റൊരു പരാതി കൂടി മുൻപിൽ നിൽക്കുന്നുണ്ട്. KPCC മുൻപാകെ ഈ ഒരു മറ്റൊരു പെൺകുട്ടിയടക്കം പരാതിയുമായി വന്നതുകൊണ്ട് ഇന്നത്തെ ജാമ്യാപേക്ഷയിൽ അതടക്കം പ്രതിഫലിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ജാമ്യാപേക്ഷ തള്ളുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിൽ കൂടുതൽ തെളിവുകൾ, അതായത് കൂടുതൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ അതിജീവിതയുടെ ഭാഗത്തു നിന്നും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രിക്കും പിന്നീട് അത് ക്രൈംബ്രാഞ്ച് DGPക്ക് അടക്കം പരാതി നൽകി. പിന്നീട് അത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനടക്കം കൈമാറുകയായിരുന്നു. നിലവിൽ ഇന്നത്തെ ദിവസം രാഷ്ട്രീയപരമായും ഒപ്പം ഈ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടുതൽ നിർണായകമാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുമോ, ജാമ്യാപേക്ഷ തള്ളുമോ എന്നതടക്കമുള്ള നിർണായകമായ കാര്യങ്ങൾ ഇന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അത് കോൺഗ്രസ് നേതൃത്വത്തിനും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിക്കും. കോൺഗ്രസിലെ രാഷ്ട്രീയ ഭാവി അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നത്തെ ഈ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനുശ്രീ, സാരംഗ്, അതുപോലെ തന്നെ വീണ്ടും ഒരു പരാതി ഉന്നയിച്ച ഒരു സാഹചര്യം. ആ പരാതിയിൽ യുവതി പറഞ്ഞിരിക്കുന്നത് അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു, മനുഷ്യത്വമായി യാതൊരു പരിഗണനയും തനിക്ക് ലഭിച്ചില്ല എന്നൊക്കെയോ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? കഴിഞ്ഞ ദിവസം KPCCക്ക് ലഭിച്ച പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരാതി കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്നത്തെ ജാമ്യാപേക്ഷയിൽ അതടക്കം പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കേസും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതുണ്ട്. ഈ ഒരു അതായത് കൃത്യമായി വിവാഹ അഭ്യർത്ഥന നടത്തി പിന്നീട് ബലാത്സംഗം ചെയ്തു നടക്കമായിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ. അതായത് ഗുരുതരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിലടക്കം ഉള്ളത്. ഇതിലും ഒരു കൃത്യമായ ഒരു അന്വേഷണം, അതായത് ഈ രണ്ട് കേസുകളും ഒരുമിച്ച്, അതായത് കൂടുതൽ പരാതിയുമായി തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ട് യുവതി മുൻപോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഈ രണ്ട് കേസുകളും ഒരുമിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ടും ഗുരുതര സ്വഭാവമുള്ള ഒരേ രീതിയിലുള്ള വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുക, അതുമാത്രമല്ല ഈ ഒരു കൂടുതൽ ഉപദ്രവിച്ചു എന്നടക്കമുള്ള പരാതി ഈ ഒരു രണ്ടാമത് നൽകിയ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. KPCC നിലവിൽ ഇപ്പോൾ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ഇതിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടി അടക്കം ഈ ഒരു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാത്തിരിക്കുകയാണ്.
കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിൽ രണ്ട് ഗുരുതരമായ പീഡന പരാതികൾ, അതിലൊന്നിൽ ഇന്ന് ജാമ്യാപേക്ഷ നടക്കുന്നു. അതിന് തൊട്ട് മുൻപത്തെ ദിവസം മറ്റൊരു പെൺകുട്ടി ഇതേ സ്വഭാവമുള്ള ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നു. ഇതിലടക്കം രാഹുലിനെ പുറത്താക്കണം അടക്കമുള്ള ഒരു രാഷ്ട്രീയ ചർച്ച ദേശീയ തലത്തിലും കേരളത്തിലെ രാഷ്ട്രീയ തലത്തിലും നടക്കുന്നുണ്ട്. അതിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സസ്പെൻഷനിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ശിക്ഷ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൃത്യമായ നടപടി എടുത്തു എന്നായിരുന്നു ഇത്രയും ദിവസം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അടക്കം പ്രതികരിച്ചിരുന്നത്. പക്ഷേ വീണ്ടും രണ്ടാമതൊരു പരാതി കൂടി വരുന്നു. കൂടുതൽ യുവതികൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുമായി വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം അടക്കം സമ്മർദ്ദത്തിലാവുകയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, കൂടുതൽ നിയമസഭാ ഇലക്ഷൻ അടക്കം അടുത്ത് വരുന്നൊരു സമയമാണ്. ഈ ഒരു സൈബർ ആക്രമണം അടക്കം നടത്തി ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ തന്നെ സൈബർ വിങ്ങിന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അതിലടക്കം തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിച്ഛായ, കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം അത് ഏത് തരത്തിലായിരിക്കും, അതിലൊരു തീരുമാനം ഉണ്ടാകുക എന്നടക്കം വരും ദിവസങ്ങളിൽ ഒരു വ്യക്തമാവുകയായിരിക്കും. ഈ ഒരു പരാതിയുമായി യുവതി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള സാധ്യതയുണ്ട്. അനുശ്രീ. ശരി, സാരൻ സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി ഉന്നയിച്ച് KPCC നേതൃത്വത്തിന് അയച്ച പരാതിയിൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. രാഹുലിനും പ്രിയങ്കയ്ക്കും പരാതി അയച്ചിരുന്നതിനാൽ ദേശീയ നേതൃത്വം വിഷയത്തെ ഗൌരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും രാഹുലിനെതിരെ പാർട്ടി തലത്തിൽ കടുത്ത നടപടിയെടുക്കണമെന്ന ആവശ്യം നേതാക്കളിൽ ഒരു വിഭാഗം സജീവമാക്കിയിരിക്കുകയാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടി കണക്കിലെടുത്താകും പാർട്ടിയുടെ തുടർ നീക്കങ്ങൾ.